സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു IFS വേൾഡ് ഓഫ് ഹാപ്പിനെസ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ, അൽഹാൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയതായിട്ട് കട്ട് ചെയ്യാനൊന്നും അറിയത്തില്ല, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുടിയൊക്കെ ഇങ്ങനെ ഷേപ്പ് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എനിക്കിടയ്ക്കൊക്കെ ഈ സോക്കേട് ഉണ്ട്, എന്താ പറയുക, എനിക്കിഷ്ടമാണ് കേട്ടോ. രണ്ടുപേരുടെയും ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുക്കും. പക്ഷേ വലിയ പെർഫെക്ഷനൊന്നും വരത്തില്ല, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ചിലപ്പം ചിലയിടത്ത് ശരിയാവും, ചിലയിടത്ത് ശരിയാവത്തില്ലെന്ന് പറയുന്നതിൻ്റെ കൂട്ട് ചില ടൈമിൽ എനിക്ക് ഇഷ്ടപ്പെടും. പക്ഷേ ഈ വട്ടത്തെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് നമ്മൾ ഈ കസേരയിലുള്ള ഇരിപ്പ്, അവൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പിലൊന്നും ആംഗിളിലൊന്നും അവന് ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ഡിസ്കംഫർട്ടൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എങ്ങനെ വേണമെങ്കിലും അവൻ ഇരുന്ന് തരും. അങ്ങനെ നമ്മളിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ബാക്ക് പോർഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ട്രിമ്മറിൻ്റെ ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നത് 3 ബ്ലേഡ് വെച്ചിട്ടാണ്, 3യുടെ ബ്ലേഡ് വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കെന്ന് പറഞ്ഞാൽ സെൻട്രൽ ഭാഗത്തെ ആ ഹെയറൊക്കെ ഒന്ന് സിസർ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എഡിറ്റ് ചെയ്തെന്ന് കട്ട് ചെയ്തൊക്കെ ഇട്ടതുകൊണ്ട് നമുക്ക് ഒത്തിരി ടൈം അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ അവന് കുറേ നേരം ഇരുന്ന് അവനങ്ങ് ആകെ ബോറടിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളല്ലേ, അപ്പം കുറച്ചൊക്കെ അങ്ങനെ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ല, 10 ദിവസത്തെ അവധിയിൽ കുളവാക്കിയാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ പിന്നെ ഇരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ബാക്കി കുറച്ചുകൂടെ മുകളിലോട്ട് വന്നിട്ട് അടുത്ത ബ്ലേഡ് ഇട്ട് കേട്ടോ, 9 ഇട്ടിട്ട് വീണ്ടും നമ്മൾ ട്രിം ചെയ്യുവാണേ. ട്രിം ചെയ്ത് ഷേപ്പ് ചെയ്യുക, അത്രയേ ഉള്ളൂ. എൻ്റെ ഒരു കാട് പോലെ അങ്ങ് ഉച്ചിയിലൊക്കെ നന്നായിട്ട് മുടിയായി. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ അല്ലേ നമുക്കിങ്ങനെ നല്ല ഫ്രീഡത്തോടെ ചെയ്യാനൊക്കത്തുള്ളൂ. അതുമല്ല, നമ്മൾ ചെയ്തത് കാണുമ്പം നമുക്കൊരു സന്തോഷമല്ലേ. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ചിലപ്പം ആൾക്കാർക്ക് നെഗറ്റീവായിട്ട് തോന്നാം, കാരണം വല്ല സലൂണിലോ അല്ലെങ്കിൽ ഷോപ്പിലോ കൊണ്ടുപോയി ചെയ്തുകൂടായോന്ന്. ചെയ്യണ്ടെന്നല്ല, പക്ഷേ എനിക്ക് ഇതൊക്കെ ഒരു സന്തോഷം കേട്ടോ. എനിക്ക് 2 പേരുടെയും ഹെയർ കട്ട് ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. അതൊക്കെ ഇതുകൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ വിചാരിച്ചൊരു വീഡിയോ എടുത്തിടാമെന്ന്. പിന്നെ കുഞ്ഞുങ്ങൾക്കും ഞാൻ വെട്ടുന്നതിനോട് വലിയ താല്പര്യക്കുറവൊന്നും ഇല്ല. അന്നേരം വീട്ടിലാണെങ്കിലും അങ്ങനെ ആരും അങ്ങനെ നെഗറ്റീവൊന്നും വലുതായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഷേപ്പ് ചെയ്തൊക്കെ വിടത്തതേ ഉള്ളൂ. പിന്നെ ഒത്തിരി കൂടിയാലൊക്കെ ഉള്ളൂ കടയിലൊക്കെ കൊണ്ടുപോയുള്ളൊരു വെട്ടലൊക്കെ. പിന്നെ എന്താ പറയുന്നത്, ഇവർക്ക് രണ്ടും പൊതുവെ വലിയതായിട്ട് മുടിയില്ലാത്തതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഷേപ്പ് ചെയ്താലും മതി കേട്ടോ. അതിൽ വലിയ വൃത്തികേടൊന്നും വരത്തില്ല. അതുകൊണ്ടൊക്കെയാണ്. അല്ലാതെ നല്ല ഉള്ളിൽ കട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലൊന്നും നിൽക്കത്തില്ല. കട്ടിയൊക്കെ കുറവായതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ചെയ്യും. അങ്ങനെ നമ്മളിപ്പം ഷേപ്പ് ചെയ്യുവാണ്. ഷേപ്പിങ് കഴിയുന്നുണ്ട്. അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ അവനിങ്ങനെ ഷേക്ക് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലെവൽ കിട്ടാതൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് പിന്നെ സെറ്റാക്കുന്നത് കേട്ടോ. കാരണം ആ ഒരു ഇരിപ്പ് ശരിയാവുന്നില്ല. എനിക്കൊരു വാക്കില്ലാതെ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ എടുക്കുന്നതേ ഉള്ളേ. അപ്പം അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഷേപ്പായി നല്ല ലെവലിന് വരേണ്ട സ്ഥലങ്ങളാണ്. ഇനി ഇപ്പുറത്തെ വശത്തും നമ്മൾ അതുപോലെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ, ചെവിയുടെ ബാക്ക് വശമൊക്കെ. ഇതൊന്നും പഠിപ്പിക്കേണ്ടതായിട്ടുള്ളൊരു വീഡിയോ അല്ല കേട്ടോ, കാരണം ഞാൻ ചെയ്യുന്നു അത്രേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെയൊക്കെ വെട്ടണ്ട അങ്ങനെയുള്ള ഒരു വീഡിയോ ഒന്നും അല്ല കേട്ടോ. നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ ജസ്റ്റ് എടുത്തിട്ടു, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് പോർഷനാണ് മെയിനായിട്ടൊരു പ്രശ്നമായിട്ടിരുന്നത്. കാരണം ഒത്തിരി വളർന്ന് കണ്ണിലോട്ട് കിടക്കുമായിരുന്നു. പിന്നെ ഉച്ചിയിലാണെങ്കിൽ നല്ല മുടിയാണ്. അപ്പം അവിടെയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിയർപ്പൊക്കെ തങ്ങി നല്ല പനിയാണ്. ഇടയ്ക്ക് ഒക്കെ കഫക്കെട്ടും ഇതൊക്കെയാണ്. അപ്പം ഞാൻ അവിടുത്തെ ആ ഉച്ചിയിലത്തെ മുടിയൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ട്രിം ചെയ്ത് വിടും. അങ്ങനെ ഫൈനലി നമ്മുടെ മുടിയൊക്കെ വെട്ടൊക്കെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുകയാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, പിന്നെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെള്ളമൊക്കെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തലയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷൻ വീണ്ടും ഒന്ന് അതിൻ്റെ ലെങ്ത് ഒന്ന് കുറയ്ക്കുകയാണേ. അങ്ങനെ ഒത്തിരി കുറച്ചാലും ഒത്തിരി അങ്ങ് ബോറായിപ്പോവും. അതുകൊണ്ട് ഒരു ലെവലിട്ട് അങ്ങ് ചെയ്താൽ ഈ സമയത്തൊക്കെ അവൻ നല്ല ടയേർഡായി. ഇരുന്ന് ആളിനങ്ങ് മടുത്തു. അവനെ അവിടെ ഐഫൊക്കെ ആണെങ്കിൽ അവിടെ കളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവനെ പോണം എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ആകെ ഒരു ടെൻഷനിൽ ഇരിക്കും കേട്ടോ. മതി അമ്മ, ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കും കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ അവന് മുടി വെട്ടിക്കഴിഞ്ഞാൽ അവൻ ലൈൻ ഇടണം. അവനെപ്പോഴും അത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മളിങ്ങനെ 2 ഭാഗത്തും ഓരോ ലൈനൊക്കെ, ലെവലൊന്നും അല്ല കേട്ടോ. ഇവിടെ നേരെ ഒരു
സ്ട്രെയിറ്റ് ലൈനും ഉദ്ദേശിച്ചു. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറച്ച് എന്താ ചരിച്ചൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ അതൊന്നും അവിടെ സെറ്റായില്ല, കാരണം അതിനുള്ള ഹെയർ അവിടെ ഇല്ലായിരുന്നു. അതിൻ്റെ ചരിച്ച് ഞാനിങ്ങനെ നമ്മളൊരു ഡിസൈൻ പോലെ ഒരു പോലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷെ അതൊന്നും നടന്നില്ല. പിന്നെ നമ്മളത് നേരെ തന്നെ ചെയ്തു. അത് ട്രിമ്മറിന് അതിൻ്റെ മൂർച്ചക്കുറവൊന്നും അല്ല കേട്ടോ, അവനവിടെ മുടിയൊക്കെ വളരെ കുറവാണ്, അതുകൊണ്ടാണ് അത് ലെവലായി വരാത്തത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ആ ഒരു വകുപ്പുണ്ടല്ലോ തലയുടെ, അപ്പോൾ അവിടെയും കൂടെ ജസ്റ്റ് ഒരു ഇച്ചിരി ഒന്ന് ട്രിം ചെയ്യാമെന്ന് വിചാരിച്ചു. അതാകുമ്പം ആൺപിള്ളേർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഒരു ഇച്ചിരി എടുക്കുമ്പം നല്ല ലുക്കിലാണ് കാണാൻ. പക്ഷേ ഈ വട്ടത്തെ നമ്മളെ ഹെയർ കട്ടിങ് ഒരു ഫ്ലോപ്പായി പോയി. ഞാൻ ഉദ്ദേശിച്ച കൂട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടെ ജസ്റ്റ് ഇച്ചിരി ഒന്ന് എടുത്തു കൊടുത്തു. പിന്നെ എന്താ പറയുക, അവൻ ഇത്രയും നേരം ഇരുന്നത് തന്നെ വലിയ കാര്യം. കുഞ്ഞുങ്ങളല്ലേ അവർ, ഇത്രയൊക്കെ നമ്മളടുത്ത് കോപ്പറേറ്റ് ചെയ്ത് തന്നെ വലിയ കാര്യമായിട്ട് ഞാൻ കരുതുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫൈനൽ പ്രോസസ്സിങ്ങിലേക്ക് കിടക്കുകയാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഇടയ്ക്കൊക്കെ ഒരു ടച്ചപ്പ് പണിയൊക്കെ ഉള്ളൂ. അങ്ങനെ നമ്മുടെ വീഡിയോ ഒക്കെ തീരാറായി. പക്ഷെ നമ്മളെങ്ങനെ പറഞ്ഞാൽ ഏത് ആംഗിളിലും അവൻ ഇരിക്കുന്നുണ്ട്, പക്ഷെ എനിക്കത് കട്ട് ചെയ്യാനുള്ളൊരു വാക്ക് കിട്ടുന്നില്ല. പിന്നെ നമ്മൾ ആ നെക്കിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ബേബി ഹെയറൊക്കെ കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ റിമൂവ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ. ഇങ്ങനെ നമ്മുടെ ഫൈനലി നമ്മുടെ കുഞ്ഞ് ഒരുവിധം റെഡി ആയിട്ടുണ്ട്. അവന് ഒരു ആശ്വാസം, തീർന്നല്ലോ, ഇനി നമുക്ക് പോയി കളിക്കാമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ പോയി കുളിക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് ചാടിയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് അവനിങ്ങനെ ഓക്കെ തീരുമല്ലേ അങ്ങനെ വിചാരിച്ചിങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഓക്കെ, ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും പറയണം കേട്ടോ. പിന്നെ നമുക്ക് ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ കുറേ വീഡിയോയ്ക്കൊക്കെ കുറച്ചൊക്കെ നെഗറ്റീവുകളൊക്കെ കാണും, കാരണം എഡിറ്റിംഗ് ആണെങ്കിലും വോയിസ് ഓവർ ആണെങ്കിലും ഒക്കെ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ബിഗിനേഴ്സ് അല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് അറിവില്ലായ്മയൊക്കെ കാണും. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ പറയുക, അതൊക്കെ നമുക്ക് ക്ഷമിക്കുക. പിന്നെ ഇവിടെ ആണെങ്കിൽ ഐഫാണെങ്കിൽ ആ ടൈമിൽ അവൻ ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാക്കയെ പിടിക്കാനായിട്ട് പോകുന്ന ഒരു എക്സ്പ്രഷനാണ് കേട്ടോ. അപ്പം അത് നമ്മൾ ഇങ്ങനെ ഷൂട്ട് ചെയ്തു. കാക്കയുടെ പാട്ടിന് പറന്നുപോയി. അവൾ പിന്നെ ആകെ എന്താ പറയുക ചമ്മിപ്പോയിന്ന് പറയാം. അങ്ങനെ രണ്ടുപേരൂടെ പിന്നെ ഫുട്ബോൾ കളിക്കാനൊക്കെ പോയി. കുറച്ച് നേരമൊക്കെ കളിച്ചു. അവർ കുറച്ച് നേരമൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നു. അതോടുകൂടി നമ്മുടെ വീഡിയോ ഒക്കെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതും വരെ ബൈ ബൈ.